നമ്മൾ ഈ ഡ്രോണിന് വരുന്നത് 2 ബാറ്ററീസ് വരുന്നുണ്ട്. സോ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് പാറ്റേൺ ആണ് നമ്മളുടെ ഡ്രോണിന്റെ ബാറ്ററി പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് അതനുസരിച്ച് മാത്രം കണ്ടിന്യൂറ്റി ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഞാനിപ്പോ ഇതിന് പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് വലതേ വശത്തുള്ള ബാറ്ററിയാണ് ഞാൻ ഏറ്റവും ആദ്യം കണക്ട് ചെയ്യണത്. അതിനുശേഷം മാത്രമാണ് ഞാൻ ഇടതേ വശത്തുള്ള ബാറ്ററി കണക്ട് ചെയ്യണത്. ആ പാറ്റേൺ തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ നമ്മൾ ബാറ്ററി ലൈഫ് കൂടും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഡ്രോൺ ഓൺ ആയിട്ടുണ്ട്. നമ്മളുടെ ഗരുഡ എയറോസ്പേസിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഗ്രി ഡ്രോൺസിൽ ഒന്നാണ് ഈ കാണുന്നത്. H16 എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര്. നമ്മൾക്കപ്പോ കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് സാധാരണ ഡ്രോണുകൾക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മളുടെ ഡ്രോൺ നേരെയാണ് ഇരിക്കണേന്ന് ഡ്രോണിന് പറഞ്ഞു കൊടുക്കുന്ന പ്രൊസീജിയറാണ് കാലിബ്രേഷൻ. അപ്പൊ നമുക്ക് ആ ഒരു പ്രൊസീജിയർ ഇതിനകത്ത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 20-25 പ്രാവശ്യത്തേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് പറ്റും, അതായത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമുക്ക് 20 പ്രാവശ്യം ഇല്ലെങ്കിൽ 30 പ്രാവശ്യം നമ്മൾ ഫ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മളുടെ റിമോട്ടിൽ എപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നു അപ്പം മാത്രം നമുക്ക് ഇതിന്റെ കാലിബ്രേഷൻ വീണ്ടും ചെയ്താൽ മതി. ബാക്കി എല്ലാ ഡ്രോണുകൾക്കും നമ്മൾ അതായത് എല്ലാ പ്രാവശ്യം നമ്മൾ എത്ര പ്രാവശ്യം യൂസ് ചെയ്യുന്നു അത്രയും പ്രാവശ്യം കാലിബ്രേഷൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്പ്രേയേഴ്സ് 4 എണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും. 4 സ്പ്രേയേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഈ 4 സ്പ്രേയേഴ്സും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെർട്ടിലൈസർ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാനിപ്പോ നമ്മളുടെ സ്പ്രേയർ ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിൽ പ്രഷർ കെട്ടിക്കിടക്കണേണ്, എയർ കെട്ടിക്കിടക്കണേണ്. സോ നമ്മൾ ആ എയർ ഏതെങ്കിലും ഒരു സ്പ്രേയറിൽ നിന്ന് റിലീസ് ചെയ്ത് കളയാം. ഏതെങ്കിലും ഒരു സ്പ്രേയറിൽ നിന്ന് റിലീസ് ചെയ്ത് കളയുമ്പോൾ നമ്മൾ ഈ 4 സ്പ്രേയേഴ്സും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ സ്പ്രേയേഴ്സിൽ നിന്നുള്ള പ്രഷറും ഒരു സ്പ്രേയറിൽ കൂടി ഇറങ്ങിപ്പൊക്കോളും. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമുക്ക് ഓണാക്കി നോക്കാം. അപ്പൊ നമ്മളുടെ 4 സ്പ്രേയേഴ്സും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോ നമുക്ക് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ടാങ്ക് കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത്രയും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 മീറ്റർ എങ്കിലും അറ്റ്ലീസ്റ്റ് ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷം ഒരു പൈലറ്റ് 2 മീറ്റർ എങ്കിലും അറ്റ്ലീസ്റ്റ് ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷം മാത്രം ടേക്ക് ഓഫ് ചെയ്യാണ്ട് ശ്രദ്ധിക്കാം. നല്ല പൊടി ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും മാറിക്കാം. പിന്നെ നമ്മള് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് എപ്പോഴും ലൈൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബിൽഡിങ്ങിന്റെ അവിടെ നിന്ന് 6 മീറ്റർ വ്യത്യാസം വേണമെന്നുണ്ട്. പക്ഷെ നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ഇവിടെ മാത്രം ഇട്ടെടുക്കാം.
എല്ലാം ആകുമ്പോൾ നല്ലതാണ്. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്ത് നെല്ലായിരുന്നു ഞങ്ങൾ. അപ്പൊ അത് പാടത്ത് നല്ല ഭംഗിയായിട്ട് വരും. അതാണെങ്കിൽ ചായയില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കതിരാവുന്നതിന് നമുക്ക് അടിക്കാം. അതെ നമ്മൾ ഒരുപാട് പഠിക്കുന്ന വേറൊരു ചായ അപ്പൊ അവിടെ വേറെ ഒരു കുട്ടി